നമ്മുടെ നാട്ടിലാണെങ്കിൽ ട്രാൻസ്പോർട്ടേഴ്സിനെ കൈ കാണിക്കാൻ പോയാൽ തന്നെ ആന്തരിക മുറിവ് ഉറപ്പാണ്. ഒരു KSRTC വന്നപ്പോൾ ഒരു ചേട്ടൻ കൈ കാണിച്ചു, ഡ്രൈവർ കാലും കൊടുത്തു ഒറ്റ പിടിയിൽ. അടുത്ത വണ്ടി വന്നു ഇയാൾ കൊട കാണിച്ചു. ഒരു വേറെ ചേട്ടൻ പറഞ്ഞു KSRTC ആണ്, കൊട പോയിട്ട് കൊടല് കാണിച്ചാൽ നിർത്താത്ത വണ്ടിയാണ്, അത് വിട്ടുപോയി. 5ാം ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു KSRTC എത്ര ടൈപ്പാണ്? ഒരുക്കം പറഞ്ഞു 4. ഏതെല്ലാമോ? 1 എക്സ്പ്രസ്, 2 സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി, 3 ഫാസ്റ്റ് പാസഞ്ചർ, 4 ഓർഡിനറി. 4 കൂട്ടം. സാറി ചോദിച്ചു വ്യത്യാസം പറയാമോ? അവൻ പറഞ്ഞു എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ കോട്ടയത്തു നിന്നും പച്ച മഞ്ഞ നിറമുള്ള വണ്ടിയെടുത്ത് ആരെയും കേട്ടാതെ കൊട്ടാരക്കര ക്യാൻറ്റീനിൽ നിന്ന് കാപ്പിയും കുടിച്ച് അതുപോലെ തിരിച്ചു വിടുന്ന കോട്ടയത്തിലും. ഇതാണ് എക്സ്പ്രസ്. സൂപ്പർ ഫാസ്റ്റ് ഒരു ദിവസം 60 ടിക്കറ്റ് എഴുതണമെന്നാണ് നിയമം. അത് പറ്റാത്തതുകൊണ്ട് ഒരു മാസം കൊണ്ട് 60 പേരുടെ നെഞ്ചത്ത് കയറ്റിയെടുക്കുന്ന വണ്ടി സൂപ്പർ ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കും, കൈ കാണിച്ചാലില്ലല്ലോ, വേഗത്തിൽ ഓടുക. ഓർഡിനറിയോ? അത് പേര് തന്നെയാണ് സാർ. അതെന്താണ്? എല്ലാ വണ്ടിയും പഴകി തുരുമ്പ് പിടിച്ച് പാട്ടത്തകളാകുമ്പോൾ കുറഞ്ഞ റേറ്റിൽ ഈ വണ്ടി ഓടും. തട്ടും പുറത്ത് ഗോവണി ഫുട്ബോളിലൊക്കെ ആൾക്കാർ നിൽക്കും. ഓരോ ജംഗ്ഷനും വരുമ്പോൾ ആൾക്കാർ കൈ കാണിക്കുമ്പോൾ ഡ്രൈവർ നിർത്തും. പക്ഷെ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് അത് 100 മിനിറ്റ് കൂടെ മുമ്പോട്ട് ഓടും. ആൾക്കാർ കയറാൻ വേണ്ടി പുറകെ ഓടും. ചെല്ലുമ്പോഴത്തേക്ക് ഡ്രൈവർ കാല് കൊടുത്ത് വണ്ടി വിടും. അപ്പോൾ ഓടിപ്പോയാൽ 4 കണ്ട് 4 തിരിച്ചു വരും. അതുകൊണ്ടാണ് ഓടിനാലും വണ്ടി എന്ന്. അപ്പോൾ ഓരോന്നും കാണിക്കുമ്പോൾ ഓരോരോ മുറിവുകളുണ്ട്. ജീവിതത്തിന്റെ ഓരോരോ മുറിവുകൾ. ഈ മുറിവിൽ നിന്നും ഒരു സൗഖ്യം നമുക്ക് ആവശ്യമാണ്. മുറിവിൽ നിന്നും ഒരു സൗഖ്യം കർത്താവായ യേശു മുറിവിൽ നിന്നും സൗഖ്യം കിട്ടുന്ന കാണാം. മനുഷ്യന് മനസ്സിൽ മുറിവുണ്ടാകുന്ന പല പല തലങ്ങളുണ്ട്. ഓരോന്നിനെയും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി.